സഫിയയെ കാണാതായിട്ട് 16 വർഷം. മകളെവിടെയെന്ന ചോദ്യങ്ങൾക്ക് മാസങ്ങളോളം സമരമിരുന്ന മാതാപിതാക്കൾക്ക് ഇപ്പോൾ മകളുടെ ശരീരാവശിഷ്ടങ്ങൾ കിട്ടി. കുടക് അയ്യങ്കേരിയിൽ നിന്ന് കാസർഗോഡ് മുളിയാർ മാസ്തിക്കുണ്ടിലെ കരാറുകാരൻ്റെ വീട്ടിൽ ജോലിക്കെത്തിയ സഫിയ എന്ന 16-കാരിയുടെ തിരോധാനത്തിനും കൊല ചെയ്യപ്പെട്ടുവെന്ന വാർത്തകൾക്കും അന്വേഷണങ്ങൾക്കുമൊടുവിൽ കോടതി തിങ്കളാഴ്ച ശരീരഭാഗം വീട്ടുകാർക്ക് കൈമാറുകയായിരുന്നു. മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കണമെന്ന മാതാപിതാക്കളുടെ ആവശ്യം അംഗീകരിച്ചാണ് കോടതി ഇതിന് ഉത്തരവിട്ടത്. ഏറെ പ്രിയപ്പെട്ട മകളെ അവസാനമായെങ്കിലും ഒരു നോക്കു കാണാൻ അതിനായി ആഗ്രഹിച്ചിരുന്നു ആ മാതാപിതാക്കൾ. എന്നെങ്കിലും മകൾ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയോടെ 16 വർഷം ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. തിങ്കളാഴ്ച 10:30 അഭിഭാഷകരായ സി ഷുക്കൂറിനും കർമ്മസമിതി ഭാരവാഹികൾക്കുമൊപ്പമാണ് സഫിയയുടെ മാതാവ് ആയിഷയും പിതാവ് മൊയ്തുവും ജില്ലാ സെഷൻ കോടതിയിലെത്തിയത്. പണം ഞങ്ങൾ തരും. നടപടി പൂർത്തിയാക്കി സഫിയയുടെ ശരീരഭാഗം പെട്ടിയിലാക്കി ഏറ്റുവാങ്ങുമ്പോൾ ആയിഷ ദൈവത്തെ വിളിച്ച് വിങ്ങിക്കരഞ്ഞു. രേഖയിൽ ഒപ്പുവെക്കുമ്പോൾ അവരുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. സങ്കടം ഉള്ളിലൊതുക്കാൻ പാടുപെടുകയായിരുന്നു പിതാവ് മൊയ്തു. കർമ്മസമിതി ഭാരവാഹികളുടെയും കോടതി ജീവനക്കാരുടെയും കണ്ണു നിറഞ്ഞു. കണ്ടുനിന്നവരെയും ഈ കാഴ്ച വേദനിപ്പിക്കുന്നതായിരുന്നു. രാവിലെ കോടതി വളപ്പിലെത്തിയപ്പോൾ മുതൽ നിർത്താതെ കരയുകയായിരുന്നു ആയിഷ. ഇവരെ ആശ്വസിപ്പിക്കാനാകാതെ മകൻ്റെ ഭാര്യയും തേങ്ങി. ഇവരെ ജില്ലാ ഗവൺമെൻറ് പ്ലീഡറുടെ ഓഫീസിലെത്തിച്ച ശേഷം നടപടി ആരംഭിച്ചു. തൊണ്ടി മുതലുകൾ സൂക്ഷിച്ചിരുന്ന മുറിയിൽ നിന്നാണ് ക്രൈം നമ്പർ നോക്കി തലയോട്ടിയുടെ ഭാഗമെടുത്തത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഗൃഹസ്ഥതാരുടെ മുറിയിൽ വെച്ച് അത് പൊതിഞ്ഞു. രേഖകളിൽ മാതാപിതാക്കൾ ഒപ്പുവെച്ച ശേഷം പൊതി പെട്ടിയിലാക്കി കൈമാറുകയായിരുന്നു. ശരീരാവശിഷ്ടം മുഹിമ്മാത്തിൽ മയ്യത്ത് നിസ്കാരത്തിന് ശേഷം സഫിയയുടെ ജന്മനാടായ അയ്യങ്കേരിയിലെ ജുമാ മസ്ജിദിൽ ഖബറടക്കി. കാസർഗോഡ് മുളിയാർ മാസ്തിക്കുണ്ടിലെ കരാറുകാരനായ KC ഹംസയുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന സഫിയെ 2006 ഡിസംബറിലാണ് കാണാതായത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ് കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞത്. ഗോവയിൽ കരാറുകാരനായ ഹംസ, ഭാര്യ മൈമൂന എന്നിവർ അറസ്റ്റിലായി. 2008 ഗോവയിലെ അണക്കെട്ടിന് സമീപത്തു നിന്നാണ് അസ്ഥികൾ കണ്ടെടുത്തത്. ഭക്ഷണം പാകം ചെയ്യുന്നതിനിടെ പൊള്ളലേൽക്കുകയും സംഭവം പുറത്തറിയാതിരിക്കാൻ കൊന്ന് കഷ്ണങ്ങളാക്കി മുറിച്ച് കുഴിച്ചു മൂടുകയും ചെയ്തെന്നാണ് പ്രതികൾ പറയുന്നത്. പ്രതികൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. കേസിൽ 1-ാം പ്രതി KC ഹംസയെ വധശിക്ഷയ്ക്കും ഹംസയുടെ ഭാര്യയും 3-ാം പ്രതിയുമായ മൈമൂനയെയും 4-ാം പ്രതി മൈമൂനയുടെ സഹോദരൻ M അബ്ദുള്ളയെയും 3 വർഷം കഠിന തടവിനും ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചിരുന്നു. 2-ാം പ്രതി ദൊഡ്ഡപ്പള്ളി മൊയ്തു ഹാജി, 5-ാം പ്രതി മുൻ ASI PN ഗോപാലകൃഷ്ണൻ എന്നിവരെ വെറുതെ വിട്ടു. ഹൈക്കോടതി ഹംസയുടെ ശിക്ഷ ജീവപര്യന്തമാക്കി. മൈമൂന, അബ്ദുള്ള എന്നിവരെ വെറുതെ വിട്ടു. ഹംസ ഇപ്പോൾ ജയിലിലുമാണ്.